നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീവണ്ടിയിൽ കടത്തുകയായിരുന്ന അനധികൃത സിഗരറ്റുകൾ പിടിച്ചു. പിടികൂടിയത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ. അധ്യാപകരില്ല, പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ. മഞ്ചേശ്വരം കടമ്പാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദുരിത പഠനം. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധന. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിക്ഷേപകർക്ക് നിർദ്ദേശങ്ങളുമായി വ്യവസായ വകുപ്പ്. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. തീവണ്ടിയിൽ കടത്തുകയായിരുന്ന അനധികൃത സിഗരറ്റുകൾ പിടിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സിഗരറ്റ് കണ്ടെത്തിയത്. ട്രെയിനിൽ കടത്തിയ 1.25 ലക്ഷത്തിന്റെ അനധികൃത സിഗരറ്റാണ് പിടികൂടിയത്. 48 പെട്ടികളിലായി സൂക്ഷിച്ചതായിരുന്നു സിഗരറ്റ് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മംഗലാപുരത്ത് നിന്ന് താനൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സിഗരറ്റ്. കർണാടകയിൽ നിന്നുള്ള പാൻപരാഗ് സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെ ഒഴുക്കിനെതിരെ ശക്തമായ ജാഗ്രത പാലിക്കുമെന്ന് പോലീസ് അറിയിക്കുന്നുവെങ്കിലും ഒരു നിയന്ത്രണവുമില്ലാതെ കർണാടകയിൽ നിന്നും എതിർ സംസ്ഥാനങ്ങളിൽ നിന്നും പാൻ മസാലകൾ ജില്ലയിലേക്ക് ഒഴുകുന്നതായാണ് സൂചന. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, പാചകവാതക സിലിണ്ടർ സബ്സിഡി നേരിട്ട് നൽകുക, മരുന്ന് വില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന ധർണ CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. 20 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള 89 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട സർക്കാർ സ്വാഭാവികമായിട്ടും ഈ സബ്സിഡികളെല്ലാം ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് പൊതുവിതരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ ഗവൺമെന്റ് എടുത്തപ്പോഴാണ് ആ സർക്കാരിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തിനകത്ത് ഉയർന്നു വന്നത്. ആ പ്രക്ഷോഭത്തെ കണ്ണില്ലാതെ നടിക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും ജനങ്ങളുടെ കോടതിയിൽ വെച്ച്, ജനകീയമായ കോടതിയിൽ വെച്ച് കോൺഗ്രസിനെതിരായിട്ടുള്ള വലിയ വികാരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു. മണി ജി നായർ അധ്യക്ഷത വഹിച്ചു. M സുമതി, P ജാനകി, K ഇന്ദിര, M പത്മാവതി തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. സബ്സിഡി നേരിട്ട് നൽകുക, മരുന്ന് വില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് E പത്മാവതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ഇതേ തീരുമാനം അന്ന് ഗവൺമെന്റ് എടുത്തതാണ്. അതിനെതിരായി അതിശക്തമായിട്ട് മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മഹിളാ സംഘടനകൾ, രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികൾ, ആ പാർട്ടികളൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോഴാണ് സബ്സിഡി വീണ്ടും ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നത് നേരിട്ട് നൽകുന്നതിനുള്ള തീരുമാനം അന്ന് UPA സർക്കാർ എടുത്തത്. അന്ന് അതിനെതിരായിട്ട് സമരം ചെയ്തവരിൽ BJP-ക്കാരുണ്ട്. പാചകവാതക സബ്സിഡി ബാങ്ക് അക്കൗണ്ട്. സുനു ഗംഗാധരൻ അധ്യക്ഷയായി. KV ലക്ഷ്മി, P നാരായണി, TV പത്മിനി, ജാനകിക്കുട്ടി, KT സാവിത്രി, K രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരം കടമ്പാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകരില്ല, ക്ലാസ് എടുക്കുന്നത് കുട്ടികൾ. അധികൃതരുടെ അനാസ്ഥയാണ് സ്കൂളിൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത്. സംഭവത്തിൽ വിവിധ കോണുകളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അധ്യാപകരാണ്. എന്നാൽ മഞ്ചേശ്വരം കടമ്പാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തുന്നവർ ആദ്യമൊന്ന് അമ്പരക്കും. കുട്ടികളാണ് ഇവിടെയുള്ള ക്ലാസ് മുറികളിലെ അധ്യാപകർ. പഠിപ്പിക്കുവാൻ അധ്യാപകർ എത്തുന്നത് കാത്തിരുന്ന് ക്ഷമകെട്ടപ്പോഴാണ് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ ജോലി സ്വയം ഏറ്റെടുത്തത്. RMSA പദ്ധതി അനുസരിച്ച് 2011 കന്നഡ മലയാളം മീഡിയങ്ങളിലായി ഹയർ സെക്കൻഡറി അനുവദിച്ച കടമ്പാർ സ്കൂളിലെ മലയാളം വിഭാഗത്തിലാണ് ഈ ദുരവസ്ഥ. 9-10 ക്ലാസുകളിലെ 62 വിദ്യാർത്ഥികൾക്കായി ആകെയുള്ളത് പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ 3 സ്ഥിരം അധ്യാപകർ മാത്രമാണ്.
സയൻസ് വിഷയങ്ങൾക്കുള്ള അധ്യാപകരുടെ തസ്തിക 2 വർഷമായി ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഈ വിഷയങ്ങളിൽ ഇതുവരെ അധ്യയനം നടന്നിട്ടില്ല. പഠനം പെരുവഴിയിലാകുമെന്ന് ഉറപ്പായതോടെയാണ് വിദ്യാർത്ഥികൾ തന്നെ അധ്യാപനം ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, ബയോളജിക്ക് ഒന്നും തന്നെ ടീച്ചേഴ്സ് ഇല്ല. അതേപോലെ ഇംഗ്ലീഷിനൊരു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ട്രാൻസ്ഫർ ആയി പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ പഠിക്കുന്നത് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒരേ ക്ലാസ് മുറിയിലിരുന്ന് ഒരു കർട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത്. ഞങ്ങൾക്കൊരു ടീച്ചേഴ്സ് ഇല്ലാത്തത് കാരണം പാഠങ്ങളൊന്നും തീരാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ തന്നെ കുറച്ച് പഠനത്തിന് മുമ്പിലുള്ള വിദ്യാർത്ഥികൾ തന്നെ ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ള കുട്ടികൾക്ക്. ഇവിടെ അധ്യാപകരില്ലാത്ത ഞങ്ങൾ DD ഓഫീസിൽ പോയി ഞങ്ങൾ സമരമൊക്കെ ചെയ്തിരുന്നു. അതിനൊന്നും ഒരു ഫലം കണ്ടിട്ടില്ല. ഇത്രവരെ ഞങ്ങൾ അതിനെ പറ്റി ഒരു ആക്ഷനും എടുത്തതായി ഞങ്ങൾ കാണുന്നില്ല. ഓരോ ക്ലാസ്സിലും ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ഓരോ കുട്ടികൾ വീതമാണ്. ചിലപ്പോൾ 2 വിഷയങ്ങളും മിടുക്കരായ ചില കുട്ടി അധ്യാപകർ നന്നായി കൈകാര്യം ചെയ്യും. നോട്ട്സും ക്ലാസ് പരീക്ഷകളുമായി സഹപാഠികളെ കുട്ടി അധ്യാപകർ മികച്ച രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കണക്കുമെല്ലാം കുട്ടി അധ്യാപകരുടെ കയ്യിൽ ഭദ്രം. കഴിഞ്ഞ 6 മാസത്തോളമായി കടമ്പാർ ഹൈസ്കൂളിലെ അധ്യാപനം ഈ രീതിയിലാണ്. പിറ്റേ ദിവസത്തെ പിരീഡ് അനുസരിച്ച് തലേന്ന് തന്നെ കുട്ടി അധ്യാപകർ തങ്ങളുടെ വിഷയങ്ങൾ ഹൃദിസ്ഥമാക്കും. അധ്യാപകരെ പോലും വെല്ലുന്നതാണ് ക്ലാസുകളിലെ കുട്ടി അധ്യാപകരുടെ പ്രകടനം. ആഴ്ചയിലൊരിക്കൽ ക്ലാസ് പരീക്ഷയും നടത്താറുണ്ട് ഈ അധ്യാപകർ. ഹൈസ്കൂളായി ഉയർത്തിയിട്ട് വർഷം 3 കഴിഞ്ഞെങ്കിലും സ്വന്തമായി ഒരു ബോർഡ് പോലും സ്കൂളിൽ ഇല്ല. കീറിപ്പറിഞ്ഞ തുണിക്കർട്ടൻ ഉപയോഗിച്ചാണ് ക്ലാസുകൾ വേർതിരിച്ചിരിക്കുന്നത്. UP സ്കൂളിൻ്റെ 4 ഇടുങ്ങിയ മുറികളിലാണ് 2 ഭാഷാവിഭാഗങ്ങളിലുമായി 224 വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ശാസ്ത്രാധ്യാപകരും ലാബും സ്വന്തമായില്ലെങ്കിലും കഴിഞ്ഞ ഉപജില്ലാ ശാസ്ത്രമേളയിൽ കടമ്പാർ സ്കൂളായിരുന്നു ചാമ്പ്യന്മാർ. പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള പഠനമായിരുന്നുവെങ്കിലും സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ വിജയം 96%. സ്കൂളിൽ കുട്ടികൾക്ക് തന്നെ പഠിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടായത് അധ്യാപകരുടെ കനത്ത അനാസ്ഥയെ തുടർന്നാണ്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വ്യാപകമായ രീതിയിലാണ് പ്രതിഷേധം ഉയരുന്നത്. ഉടൻ തന്നെ സ്കൂളിൽ ആവശ്യമായ അധ്യാപകരെ നിയമിച്ച് കുട്ടികൾക്ക് അർഹിക്കുന്ന വിദ്യാഭ്യാസം നൽകണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സംഗമം നടന്നത്. ചെറുകിട വ്യവസായ സംരംഭകരെ കണ്ടെത്താനും അവർക്കാവശ്യമായ പ്രോത്സാഹനം നൽകാനുമാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ ക്ലാസുകൾ നടന്നു. ബേഡെടുക്ക പഞ്ചായത്ത് സെക്രട്ടറി M ഗംഗാധരൻ നായർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ വ്യവസായ കേന്ദ്രം മാനേജർ T ദിനേശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സിൻഡിക്കേറ്റ് ബാങ്കും TVS യൂണിവേഴ്സൽ ഗ്രൂപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വാഹന വായ്പാ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി മുഖാന്തരം 34 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. നുള്ളിപ്പാടിയിൽ നടന്ന പരിപാടി സിൻഡിക്കേറ്റ് ബാങ്ക് ഫീൽഡ് ജനറൽ മാനേജർ KT റൈ ഉദ്ഘാടനം ചെയ്തു. ಲೋನ್ ತೆಗೆದು ಹಿಂದಿನ ದಿನಗಳಲ್ಲಿ ಲೋನ್ ತೆಗೆದೊಂದು ಒಳ್ಳೆಯ ವಿಷಯ ಆಗಿರಲಿಲ್ಲ. ಬಟ್ ಈ ದಿನಗಳಲ್ಲಿ ಯಾವುದೇ ಥರದ ಲೋನ್, ಮನೆ ಕಟ್ಟೋದಾಗಲಿ ಅಥವಾ ವೆಹಿಕಲ್ ಲೋನ್ ಇರಲಿ ಅಥವಾ ಒಂದು ಮಕ್ಕಳಿಗೆ ವಿದ್ಯಾಭ್ಯಾಸಕ್ಕಾಗಲಿ ಅಥವಾ ಒಂದು ಉದ್ಯೋಗಕ್ಕೆ, ಈಗ ಲೋನ್ ತೆಗೆಯೋರು ಸುಮ್ಮನೆ ಖರ್ಚಿಗೆ ಯಾರು ಲೋನ್ ತೆಗೆಯೋಲ್ಲ, ಒಂದು ಉದ್ಯೋಗ. ಸೊ ಆ ನಿಟ್ಟಿನಲ್ಲಿ ಈ ದಿವಸ ಸಿಂಡಿಕೇಟ್ ಬ್ಯಾಂಕ್ನಿಂದ ಲೋನ್ ತೆಗೆದುಕೊಂಡು ರಿಕ್ಷಾ, ಎಲ್ಲ ಡೀಸೆಲ್ ರಿಕ್ಷಾಗಳು ಈ ಲೋನ್ ತೆಗೆದುಕೊಳ್ತಾ ಅಂತ ನಿಮ್ಗೆಲ್ರಿಗೂ ಬ್ಯಾಂಕಿನ ಪರವಾಗಿ ಹಾರ್ದಿಕ ಅಭಿನಂದನೆಗಳು. സിൻഡിക്കേറ്റ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗണേശൻ, സീനിയർ മാനേജർ ശ്രീകുമാർ, TVS മോട്ടോർ ടെറിട്ടറി മാനേജർ P സൂരജ്, രാമചന്ദ്രൻ, കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം 34 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 8.67 കോടി രൂപ അനുവദിച്ചു.
കുമ്പള ഭംറാണയിൽ വീടിന് തീപിടിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലർ BM മുഹമ്മദ് ബപ്പങ്ങയുടെ വീടിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അതേസമയം മണൽ മാഫിയ വീടിന് തീവെച്ചതാണെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വേണൂർ ഗോപാലകൃഷ്ണ ക്ഷേത്രം 6ാം വാർഷിക പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 1-2 തീയതികളിലായി നടക്കും. ബ്രഹ്മശ്രീ അരവത്ത് ദാമോദര തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറും. മാതൃകാ വിദ്യാലയത്തിൻ്റെ ചരിത്രം മൊബൈലിൽ പകർത്തിയ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തു. കാഞ്ഞിരപ്പൊയിൽ ഹൈസ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മഷിത്തണ്ട് എന്ന പേരിൽ ഡോക്യുമെൻ്ററി നിർമ്മിച്ചത്. കാഞ്ഞിരപ്പൊയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ചരിത്രവും വർത്തമാനവും ഡോക്യുമെന്ററിയാക്കി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ ശ്രദ്ധേയമായി. മഷിത്തണ്ട് എന്ന് നാമകരണം ചെയ്ത ഡോക്യുമെന്ററി മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 24 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും ജിതേഷ് ദൃശ്യയാണ്. ജ്യോതിഷ് കുമാർ, M. ശ്രീജിത്ത്, രാഹുൽ, സുകേഷ്, നവീൻ, സഫാൻ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത്. മഷിത്തണ്ട് ഡോക്യുമെന്ററിയുടെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ മനോജ് ഖാന പ്രധാന അധ്യാപകൻ A. നാരായണൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. വാർഡംഗം V. കമലം അധ്യക്ഷയായി. മുൻ പ്രധാന അധ്യാപകൻ കരുണാകരൻ മാസ്റ്റർ, കൊടക്കാട് നാരായണൻ, K. രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് K. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവണ്ടിയിൽ കടത്തുകയായിരുന്ന അനധികൃത സിഗരറ്റുകൾ പിടിച്ചു. പിടികൂടിയത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ. അധ്യാപകരില്ല, പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ. മഞ്ചേശ്വരം കടമ്പാർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ദുരിത പഠനം. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വില വർധന. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിക്ഷേപകർക്ക് നിർദ്ദേശങ്ങളുമായി വ്യവസായ വകുപ്പ്. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം ശ്രദ്ധേയമായി. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.